തൃശൂർ മുണ്ടത്തിക്കോട് മുന്നറിയിപ്പില്ലാതെ സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്തെന്ന് കുടുംബത്തിന്റെ പരാതി. വസ്ത്രങ്ങൾ അടക്കമുള്ള വീട്ടുസാധനങ്ങൾ വീടിനകത്താക്കി സീൽ ചെയ്തതോടെ രോഗിയായ കുടുംബനാഥൻ ഉൾപ്പെടെ കോരിച്ചൊരിയുന്ന മഴയത്ത് അന്തിയുറങ്ങിയത് വീട്ടുവരാന്തയിലാണ്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റേതായിരുന്നു മുന്നറിയിപ്പില്ലാതെയുള്ള ജപ്തി നടപടി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. മുണ്ടത്തിക്കോട് ഗാന്ധി റോഡിലെ കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് ബാങ്ക് ജീവനക്കാർ പോലീസുമായെത്തി തെരുവിലേക്ക് ഇറക്കിവിട്ടത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ കനത്ത മഴയത്ത് അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ തറയിൽ കിടന്നാണ് കുടുംബം രാത്രി തള്ളി നീക്കിയത്. ലോൺ 4 വർഷത്തോളം നിങ്ങൾ അടച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മോളെ കല്യാണം. അതിൻ്റെ ഇടയിൽ എനിക്ക് സ്ട്രോക്ക് വന്നു. പിന്നെ ലോൺ തിരിച്ചടക്കാൻ പറ്റാണ്ടായി. അവർ ഇന്നലെ 3:30 വന്നിട്ട് അവർ ബലമായി കയറി ലോക്ക് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി. പോലീസ് അടക്കം വന്ന് ജപ്തി കേസ് ഉണ്ടായിരുന്നു. TV, കട്ടില്, വാഷിംഗ് മെഷീൻ, പായ വരെ എടുത്തില്ല. എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായി ദാസ് ഉജ്ജീവൻ ബാങ്കിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവും നടത്തി. എന്നാൽ ഇതിനിടയിൽ ദാസന് സ്ട്രോക്ക് ബാധിക്കുകയും രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. 2 പെൺമക്കളും ഒരു ആൺകുട്ടിയും അടങ്ങുന്നതാണ് ദാസിന്റെ കുടുംബം. രോഗബാധിതനായ ദാസിന്റെ ചികിത്സയും കുടുംബത്തിന്റെ ജീവനമാർഗവും ഭാര്യ അജിത വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മുന്നോട്ടു പോയിരുന്നത്. മുൻപ് 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നെങ്കിലും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ജപ്തി നടപടികളിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഒറ്റത്തീർപ്പ് എന്ന പേരിൽ 7 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ജപ്തി ഒഴിവാക്കാമെന്ന് പറയുകയും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കാൻ ജീവനക്കാർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. ലോൺ അവസാനിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപയാണ് ബാങ്ക് ആവശ്യപ്പെട്ടത്. ഇതോടെ കുടുംബം മടങ്ങിപ്പോരുകയായിരുന്നു. പിന്നീട് ഇന്നലെ ഉച്ചതിരിഞ്ഞ് ജീവനക്കാർ പോലീസുമായി എത്തി വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. കണ്ണിൽ ചോരയില്ലാത്ത ജപ്തി നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.